ഇന്ന് നമ്മളൊരു ഹാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എണ്ണയിൽ പൊരിച്ച പലഹാരം നമ്മൾ ഈ നോമ്പ് കാലത്ത് ഒരുപാട് ഉണ്ടാക്കുമല്ലോ. വേറെ പൊരിക്കടികളും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ച എണ്ണ അങ്ങനെയൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓയിലിന് ചിലവുള്ള ആ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, നന്നായിട്ട് എണ്ണയ്ക്ക് ചിലവ്. അപ്പോൾ ആ ഒരു എണ്ണ ചിലപ്പോൾ ഇതുപോലെ കരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചിലരൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ എണ്ണ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു എണ്ണ അവിടെ വേസ്റ്റ് ആയി പോവല്ലേ. അപ്പം അങ്ങനെ ചെയ്യാതെ ഈ ഒരു കരടൊക്കെ ഒരു 1-2 സെക്കൻഡിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ട് ഇതിൽ നിന്ന് മാറ്റിയ ആ ഒരു എണ്ണ നല്ല ക്ലീൻ ആക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. കോൺഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് എണ്ണയുള്ളത് കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. കൂടുതലാണെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചൂടായ, ഇനിയിപ്പോൾ ചൂടാറിയ എണ്ണയാണെങ്കിലും തീ കത്തിച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ മിക്സ് ആ എണ്ണയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2-3 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് മിക്സ് ഇളക്കി കൊടുത്താൽ മതി. 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതൊന്ന് കട്ടയായിട്ട് വരും. ആ എണ്ണയിലുള്ള കരടും ആ കളറൊക്കെ ആ ഒരു കോൺഫ്ലവറിന് മിക്സിയിൽ പറ്റി പിടിക്കും. പിന്നെ നമുക്ക് അതിങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി. എന്നിട്ട് ആ എണ്ണയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ ഒരുപാട് എന്തെങ്കിലും പൊരിക്കടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പൊരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണ തന്നെ എടുക്കുക. അല്ലാതെ 1-2 ദിവസങ്ങളിൽ മാറ്റി വെച്ച എണ്ണ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെയുള്ള എണ്ണ നമുക്ക് ഉപയോഗിക്കാനേ പാടില്ല കുക്കിംഗ് ആവശ്യത്തിന്. നമ്മളിപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണ, അതിൽ ഇനിയിപ്പോൾ ഒരുപാട് കരടും ഇതൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും ഇനിയിപ്പോൾ ഒരു പൂരിയോ നെയ്പ്പത്തിരിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ എണ്ണ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബജ്ജി മുളകും മുട്ട ബജിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എണ്ണയായിരുന്നു, കണ്ടില്ലേ. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് അതിലെ കരടൊക്കെ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സിലായിട്ടുണ്ട്. ഈ ഒരു ഇത് അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കണേ, നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് എണ്ണ വേസ്റ്റാക്കി കളയുകയോ ഒന്നും ചെയ്യേണ്ട, ആ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. എണ്ണയ്ക്ക് ഒരുപാട് ചിലവും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ആ എണ്ണയിൽ ഇതാ നെയ്പ്പത്തിരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ എണ്ണ കണ്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ വേറെ എണ്ണ യൂസ് ചെയ്യും. ഒരു ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. പിറ്റേ ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയും ചെയ്യണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.